അഡ്വക്കേറ്റ് എ ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ബിൽക്കീസ് ബാനുവിന് നീതി ലഭിച്ചു എന്ന് വേണമോ ഈ കോടതി വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ? വൈകിയെത്തിയ നീതി എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഈ കേസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇതിന്റെ അന്വേഷണ ഘട്ടത്തിൽ തന്നെ ഈ കേസ് തേച്ചുമാറ്റി കളയാനും പ്രതികളെ രക്ഷിക്കാനുമുള്ള ഒരു ശ്രമം ഗുജറാത്ത് പോലീസിന്റെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു എന്നുള്ളത് നിസ്തർക്കമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഇടപെട്ട് ഇതിന്റെ വിചാരണ മഹാരാഷ്ട്രയിലെ കോടതിയിലേക്ക് മാറ്റി. മഹാരാഷ്ട്രയിലേക്ക് ഇതുപോലുള്ള ഏതാനും കേസുകളും മാറ്റിയിരുന്നു. ഗുജറാത്തിൽ വിചാരണ ചെയ്യപ്പെട്ട എല്ലാ കേസുകളും തെളിവില്ലാതെ തേഞ്ഞു മാഞ്ഞു പോവുകയാണ് ഉണ്ടായത്. മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയ കേസുകളിൽ പോലും പലതും അട്ടിമറിക്കപ്പെട്ടു. ലഭിച്ച ഒരു കേസാണ് ബിൽക്കീസ് ബാനുവിന്റെ കേസ്. അതിൽ തന്നെ അതിനെതിരെ പ്രതികൾ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലൊക്കെ ഹർജി കൊടുത്തു. അവിടെയും രക്ഷയില്ലാതെ വന്ന ആളുകളാണ് ഇപ്പോൾ ജയിൽവാസം അനുഭവിച്ചത്. അവർ ജയിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഗുജറാത്തിലെ ജയിലിലാണ് ആ ജയിൽവാസം അനുഷ്ഠിച്ചത്. ആ സമയത്ത് ഇവർക്ക് അനർഹമായിട്ടും അവിഹിതമായിട്ടും ഒരുപാട് സൗകര്യങ്ങൾ ലഭിക്കുകയുണ്ടായി. പലപ്പോഴും പരോള് ലഭിക്കുകയുണ്ടായി. നിയമവിരുദ്ധമായിട്ടും ഇവര് പലപ്പോഴും പുറത്തിറങ്ങി വിലസിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇവരുടെ ശിക്ഷാ കാലാവധി പൂർത്തിയായി എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുത്തപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഗുജറാത്ത് സർക്കാർ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഇവരെ മോചിപ്പിക്കുകയുണ്ടായി. ആ നടപടിക്കെതിരെയാണ് അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും അതിനെതിരെ കോടതിയിൽ ഹർജി കൊടുക്കുകയും. ഇത് ആദ്യം ശ്രീ ജസ്റ്റിസ് കെ എം ജോസഫിന്റെ ബെഞ്ചിലാണ് വാദം കിട്ടുന്നത്. അദ്ദേഹം നിശിതമായ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇതിലെ ഗുജറാത്ത് സർക്കാരിന്റെയും പ്രതികളുടെയൊക്കെ അഭിഭാഷകർ പലവിധ അഭ്യാസങ്ങൾ പയറ്റി അദ്ദേഹം റിട്ടയർ ചെയ്ത് പോകുന്ന തീയതി കഴിഞ്ഞു പോകത്തക്ക രീതിയിൽ ഈ കേസ് മാറ്റിക്കൊണ്ടുപോയി. ഏതായാലും കോടതിയിൽ നിന്ന് ഇപ്പോൾ ആശ്വാസകരമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കും. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഗുജറാത്തിലെ സർക്കാരിന് അധികാരമില്ല എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ സർക്കാരിന് അധികാരമുണ്ട് എന്ന ഒരു അനുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഇവർ ഒരു പരാതി കൊടുത്താൽ എന്തായിരിക്കും പ്രതികളോടുള്ള സമീപനം എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. കാരണം ഈ വിചാരണ നടക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് NCP സർക്കാരായിരുന്നു. ഇപ്പോൾ BJP ശിവസേന സർക്കാരാണ് ഉള്ളത്. അതെ, അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന കാര്യം കൂടിയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയത്. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.